ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോഴേക്കും അലീനയും മനുവും തമ്മിലുള്ള സംഭാഷണമാണ്. അവർ തമ്മിൽ പറയുവാണ് വേറൊരു സ്ഥലത്ത് ജോലി നോക്കണം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, നിനക്ക് അങ്കിളിനോട് പറഞ്ഞിട്ട് ജ്വല്ലറി ഷോപ്പിൽ ജോലി വാങ്ങി തരട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ മേഡം പറയും അവിടെയുള്ള സ്വർണ്ണമൊക്കെ ഞാൻ കള്ളക്കടത്ത് നടത്തിക്കൊണ്ട് പോവാമെന്ന് ഇങ്ങനെ പറയുമെന്ന് പറയും. അപ്പോൾ തുണിക്കടയിൽ ജോലി മേടിക്കുവാണെങ്കിൽ എനിക്ക് ഡ്രസ്സൊന്നും ഇടാൻ പറ്റാത്ത അവസ്ഥയാവുമെന്ന് പറയുവാണ്. അപ്പോൾ നമ്മുടെ മനു തമാശയ്ക്ക് പറയുന്നുണ്ട്, മറ്റൊരു പാട്ടില്ലേ എന്ത് വിധി ഇത് ആ അവസ്ഥയാണല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, കളിയാക്കണ്ട, തമാശയ്ക്കല്ലെന്നിങ്ങനെ പറയുവാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി മതി, ഇഷ്ടിക ചുമക്കാനോ റോഡ് പണിക്കോ എന്ത് ജോലി വേണേലും ഞാൻ ചെയ്യാൻ റെഡിയാണെന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, ആ മുറിവ് ഉണങ്ങുന്ന വരെ ഒന്ന് ക്ഷമിക്കുക, നമുക്ക് സെറ്റാക്കാമെന്ന് ഇങ്ങനെ പറയുവാണ്. എന്നിട്ട് നമ്മുടെ അലീന പറയുവാണ്, ഇവിടെ ആര് തമ്മിൽ സ്നേഹമില്ല, അമ്മയും മകനും കൂടെ നോക്കില്ല, അച്ഛനും മകനും കൂടെ മിണ്ടില്ല, കൂടപ്പിറപ്പുകൾ തമ്മിൽ സ്നേഹമില്ല, ഇവിടെ സ്നേഹം എന്ന് പറയുന്നത് മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടം പോലെയാണെന്ന് ഇങ്ങനെ പറയുവാണ് കേട്ടോ. ആദ്യം ഒന്നും മിന്നും, ആ സ്നേഹം കൃഷ്ണമോളുടെ ആയിരിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ മിന്നും, അത് മുത്തശ്ശിയായിരിക്കും എന്നിങ്ങനെ പറയുവാണ്. അപ്പം നമ്മുടെ മനു പറയുന്നുണ്ട്, അത് അവിടെ മാത്രമല്ല എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ്, കൂടപ്പിറപ്പുകൾ തമ്മിലും മാതാപിതാക്കൾ തമ്മിൽ ആരും തമ്മിൽ സ്നേഹം അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയുവാണ്, എല്ലാ വീട്ടിലും ഒരുപോലെയാണെന്ന് മനു ഇങ്ങനെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, അതൊക്കെ സ്നേഹം, ഞങ്ങളുടെ സ്നേഹനികേതനിൽ എല്ലാവരും തമ്മിൽ എന്തൊരു സ്നേഹമാണ്, ഞങ്ങൾക്ക് പൈസയൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര സമ്പന്നരാണെന്ന് ഇങ്ങനെ പറയുവാണ്. അപ്പം മനു പറയുന്നുണ്ട്, അതെനിക്കറിയാം, രേവതിയും അലീനയും തമ്മിലുള്ള ഇൻറ്റിമസി കണ്ടപ്പോൾ തന്നെ എനിക്ക് അറിയായിരുന്നു എന്ന് പറയുവാണ്. പിന്നെ അവർ സംസാരിച്ച് കോള് കട്ട് ചെയ്യുവാണ്, ജോലി വേറെ സ്ഥലത്ത് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അടുത്ത സീൻ കാണിക്കുന്നത് രേവതിക്കുട്ടിയും ഗ്രേസമ്മയും അമ്മച്ചനും കൂടെ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അലീന ഫോൺ വിളിക്കുകയാണ്. അലീനയുടെ ഫോൺ കാണുമ്പോൾ രേവതിക്കുട്ടി ചാടി എടുക്കുകയാണ്, എന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഞങ്ങൾ അടുത്ത ദിവസം ഷെറിൻ ചേച്ചിയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്, അലീന ചേച്ചിയുടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നിങ്ങനെ പറയുവാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, 2 ദിവസം കഴിയുമ്പോൾ ഞാൻ കൂടെ വരും എന്ന് പറയുവാണ്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, 2 ദിവസം കഴിയുമ്പോൾ ചേച്ചി ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, മാഡം എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ പോകണം എന്ന് പറഞ്ഞു, അവരും അവരുടെ മകനും എല്ലാം ചെയ്ത തെറ്റിന് കുറ്റം മുഴുവൻ എനിക്കാണെന്ന് ഇങ്ങനെ പറയുവാണ്. അപ്പോൾ രേവതിക്കുട്ടിക്ക് അത് കേട്ടിട്ട് ഭയങ്കര വിഷമായി. രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചി അവിടുന്ന് പോരുമ്പോഴേക്കും അവരോടൊക്കെ നല്ല പറയണം ചേച്ചി, അവരെ മാറ്റി നിർത്തി പറയണം, നിങ്ങളുടെ മകളാണ് ഞാനെന്നൊക്കെ പറഞ്ഞ് 2-3 ചീത്ത പറയണം എന്നിങ്ങനെ രേവതിക്കുട്ടി അലീനയോട് ഇങ്ങനെ പറയുവാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ അവഗണിക്കുമെന്ന് വിചാരിച്ചത് ബാലേന്ദ്രൻ സാറാണ്, പക്ഷേ ആകെ പരിഗണനയും സ്നേഹവും തന്നത് ബാലേന്ദ്രൻ സാർ മാത്രമാണ്, പിന്നെ ബാക്കി എല്ലാവരും അവഗണന നൽകിയത് മനുവേടിനോടും കുറച്ച് കടപ്പാടുണ്ടെന്നൊക്കെ അലീന ഇങ്ങനെ രേവതിക്കുട്ടിയോട് പറയുവാണ് കേട്ടോ. രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചി എന്തായാലും നമ്മുടെ വൈജയന്തിയോട് 2 ചീത്ത പറയണമെന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ വിഷമിപ്പിക്കില്ല ആരെയും, സന്തോഷിപ്പിക്കത്തില്ല ആരെയും, അവരെന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്നിങ്ങനെ അലീന ഇങ്ങനെ രേവതിക്കുട്ടിയോട് പറയുവാണ്. അപ്പോൾ നമ്മുടെ അലീനേനെ മുത്തശ്ശി വിളിക്കുന്നുണ്ട്. അലീന ഫോൺ കട്ട് ചെയ്തിട്ട് പോവുകയാണ്. രേവതിക്കുട്ടി ബെഡിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് അലീനയുടെ കാര്യം. അപ്പോൾ അങ്ങോട്ടേക്ക് ഗ്രേസമ്മ കടന്നു വരുന്നുണ്ട്. ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, അലീനയ്ക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ രേവതിക്കുട്ടിയോട് ഗ്രേസമ്മ ചോദിക്കുമ്പോഴേക്കും രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചി അവിടുന്ന് പോരാൻ പോവുക, അവിടുത്തെ മേഡം പറഞ്ഞു എന്ന് പറയുന്നുണ്ട് പോകണമെന്ന്. അപ്പോൾ നമ്മുടെ ഗ്രേസമ്മ പറയുന്നുണ്ട്, നല്ല കാര്യം, അവൾ ഇങ്ങോട്ട് പോരട്ടെ, നമുക്ക് വേറെ സ്ഥലത്ത് അവളെ ശരിയാക്കി കൊടുക്കാമെന്ന് ഇങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ രേവതിക്കുട്ടിക്ക് അത്ര സന്തോഷമൊന്നുമില്ല. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടോ, നിനക്ക് എന്തോ ഒളിച്ചു പറയുന്ന പോലെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അതല്ല, അവിടെ ഒരു കാര്യമുണ്ട്, അലീന ചേച്ചീനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് ബ്രിജിത മമ്മിയാണെന്ന് ഇങ്ങനെ പറയുവാണ്. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, അവർ മരിച്ചു പോയില്ലേ, അവളിങ്ങോട്ട് പോരട്ടെ, നമുക്ക് നിൽക്കാൻ പറ്റുന്ന സ്ഥലത്ത് നിന്നാൽ പോരെ എന്നിങ്ങനെ ചോദിക്കുകയാണ് രേവതിക്കുട്ടിയോട്. അപ്പോൾ രേവതിക്കുട്ടി ഗ്രേസമ്മയോട് പറയുന്നുണ്ട്, അതല്ല, വേറൊരു കാര്യം ഉണ്ടെന്ന് ഇങ്ങനെ പറയുവാണ്. എന്ത് കാര്യമെന്ന് ഇങ്ങനെ ഗ്രേസമ്മ ചോദിക്കുമ്പോഴേക്കും രേവതിക്കുട്ടി പറയുന്നുണ്ട്, അത് വളരെ രഹസ്യമാണ്, പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറയാം, അവിടുത്തെ ആ മേഡം ഉണ്ടല്ലോ, വൈജയന്തി, ദുഷ്ടയായിട്ടുള്ള മേഡം, അത് അലീന ചേച്ചിയുടെ അമ്മയാണെന്നിങ്ങനെ ഗ്രേസമ്മയോട് രേവതിക്കുട്ടി പറയുവാണ്. അമ്മയോ എന്ന് ചോദിച്ച് ഗ്രേസമ്മ ഷോക്കാവും. അപ്പോൾ എന്നിട്ട് നമ്മുടെ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്ത് ഭ്രാന്തായി പറയുന്നതെന്ന്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, സത്യ പറയുന്നത്. അപ്പോൾ ശരിക്കും എന്ന് ചോദിക്കുമ്പോൾ രേവതിക്കുട്ടിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. രേവതിക്കുട്ടി ഇങ്ങനെ ദേഷ്യപ്പെട്ട് മാറി നിൽക്കുവാണ്. ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തിപ്പൂവാന്നേ പറയുള്ളൂ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ ഗ്രേസമ്മ ഇങ്ങനെ പുറകിലേ വന്ന് രേവതിക്കുട്ടിയെ പിടിക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അലീന ചേച്ചി എന്തൊക്കെയാണ് സഹിച്ചതെന്ന് അറിയാവോ, സ്വന്തം അമ്മ, കൂടപ്പിറപ്പുകൾ, ബന്ധുക്കൾ, ആരെ ഒന്നും അറിയിക്കാതെയാണ് ചേച്ചി ഇത്രയും നാൾ അവിടെ നിന്നേന്ന് ഇങ്ങനെ പറയുവാണ്.
പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് ഗ്രേസ് അമ്മ മാമച്ചൻ്റെ റൂമിലേക്ക് വരുവാണ്. മാമച്ചനെ കണ്ണാടിയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗ്രേസ് അമ്മയുടെ ഫേസ് കാണുമ്പോൾ മാമച്ചൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്ത് പറ്റിയ മുഖത്ത് എന്തോ ഒരു വിഷമം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേസ് അമ്മ പറയാൻ മടിക്കുവാണ്. അപ്പോൾ നീ കാര്യം പറ, എന്നാലല്ലേ അറിയുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ഗ്രേസ് അമ്മ പറയുന്നുണ്ട്, നമ്മുടെ അലീന ഇല്ലേ, അവൾ നിൽക്കുന്ന വീട്ടിൽ ആ ഒരു മേഡം ഇല്ലേ വൈജയന്തി, അവർ ശരിക്കും ആരാന്നറിയാവോ, അവർ അലീനയുടെ അമ്മയാണെന്നിങ്ങനെ ഗ്രേസ് അമ്മ മാമച്ചനോട് പറയുന്നുണ്ട്. പിന്നെ നീ എന്തേ പറയണത്, നിന്നോട് ആരെയും ഭ്രാന്ത് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ രേവതിക്കുട്ടിയാന്ന് പറയും, അവൾ നിന്നെ വട്ടാക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും എന്ന് മാമച്ചൻ ഇങ്ങനെ പറയുമ്പോൾ ഗ്രേസ് അമ്മ പറയുന്നുണ്ട്, അല്ല ശരിക്കും അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗ്രേസമ്മ മാമച്ചനോട് പറയുവാണ്. എങ്ങനെയാണ് അലീന വീട്ടിലെത്തിയത്, അലീനയുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് അവസാനം മാമച്ചൻ ഗ്രേസമ്മയോട് ചോദിക്കുന്നുണ്ട്, അലീന വിചാരിച്ചാൽ നമ്മുടെ വൈജയന്തിക്ക് ഒരു പണി കൊടുക്കാൻ പറ്റില്ലേന്ന്. കാരണം വൈജയന്തി എന്നും അലീനെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടേ ഇരിക്കുവാണല്ലോ. ഇത്രയും പറഞ്ഞ് ഇവരെ ഇങ്ങനെ കാണിക്കുമ്പോഴാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.